2 തക്കാളിയും 2 പച്ചമുളകും ഇതുപോലെ ഒന്ന് പൊള്ളിച്ചെടുക്കുക. ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളിയും 2 വറ്റൽമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. പിന്നെ ഒരു ചൂടായിട്ടുള്ള ഒരു കടായിലേക്ക് 3/4 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ശേഷം 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അരമുറി സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ട് ഈ ഉള്ളി നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് മാഗി മസാല ചേർത്ത് കൊടുക്കുക. നമ്മൾ എത്ര മാഗിയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് അളവിലൊക്കെ വ്യത്യാസം വരും. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കിയിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മുടെ മാഗിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ മാഗി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം.